ഹലോ, ഇത് ഞങ്ങളുടെ സ്കൂളിലെ സയൻസ് ആൻഡ് ഫുഡ് ഫെസ്റ്റിൻ്റെ കുറച്ച് വീഡിയോസാണ് കേട്ടോ. അതായത് ഞങ്ങൾ 4 ഗ്രൂപ്പായിരുന്നു. ഞാനാണെങ്കിൽ ബ്ലൂ ഹൗസിലെ മെമ്പറാണ് കേട്ടോ. ഞങ്ങളുടെ ഷോപ്പിൻ്റെ പേരാണ് മിങ്കിൾ ബൈറ്റ്സ്. ഇത് ഞങ്ങളുടെ ഷോപ്പിലെ ഐറ്റംസാണ് കേട്ടോ. ഐറ്റവും അതിൻ്റെ റേറ്റുകളാണ് കൊടുത്തേക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ചിക്കൻ നഗറ്റ്സ് ഉണ്ടായിരുന്നു, കോളിഫ്ലവർ ബജി, പരിപ്പ് വട, അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള പോക്കറ്റ് ഷവർമ. അതുമാത്രമല്ല കേട്ടോ, നമ്മുടെ ബൺ മസ്കയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചധികം ബൺ മസ്കയും ബ്രെഡ് റോളും ഇതൊക്കെ പരിപ്പോടെയാണ് കേട്ടോ. കുറച്ചധികം ആൾക്കാർ പരിപ്പോടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കട്ട്ലേറ്റ്, പിന്നെ നമ്മുടെ പൊട്ടുകടല കൊണ്ടിട്ടാണെങ്കിൽ ഇത് ലഡുവാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്വന്തം രതീഷ് പഴംപൊരി. ഇതെല്ലാം കട്ട്ലേറ്റുകളാണ് കേട്ടോ. ഇത് വെറൈറ്റി കട്ട്ലേറ്റുകളുണ്ട്. ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ വെജ് കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ബജി ഐറ്റംസാണ് കേട്ടോ. അത് പൊട്ടറ്റോ കൊണ്ടുള്ള ബജി, പിന്നെ ഉള്ളിവട, പരിപ്പ് വട, അങ്ങനെ വടകളൊക്കെ ഒട്ടനേകം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ഇത് വിറ്റെടുക്കണം. എന്നിട്ട് ഇത് വിറ്റ് കിട്ടുന്ന പൈസ നമ്മൾ ചാരിറ്റിക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം സ്നാക്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. ഞങ്ങളുടെ ഐറ്റംസൊക്കെ നന്നായിട്ട് വിറ്റ് പോകുമെന്ന്. ഇത് നമ്മുടെ റെഡ് ടീമിനകത്താണെങ്കിൽ സ്റ്റീംഡ് ഐറ്റംസും ബോയിൽഡ് ഐറ്റംസും ആയിരുന്നു കേട്ടോ. അപ്പോൾ ആവിയിൽ പുഴുങ്ങിയിട്ടുള്ള ഐറ്റംസും. ഇത് നമ്മുടെ ഗ്രീൻ ഹൗസുകാരാണ് കേട്ടോ. ഇവർക്ക് സ്വീറ്റ് ആയിരുന്നു. നമ്മുടെ PTA പ്രസിഡൻ്റാണ് നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം ഉദ്ഘാടനം ചെയ്തത്. ഇത് നമ്മുടെ സയൻസ് എക്സ്പോ ഉദ്ഘാടനം ചെയ്യുന്നതാണ് കേട്ടോ. സയൻസ് എക്സ്പോയുടെ ആ ഒരു ഏരിയ ആണെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ എത്രയും ടാലൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയൊരു ദിവസമായിരുന്നു ഇത്. കുട്ടികൾക്ക് മാത്രമല്ല, പേരൻസിൻ്റെ ഒരു വലിയ സപ്പോർട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പ്രോഗ്രാം കാണാനും ധാരാളം പേരൻസ് വന്നിട്ടുണ്ടായിരുന്നു. പേരൻസും PTA അംഗങ്ങളും ടീച്ചേഴ്സും കുട്ടികളും എല്ലാം കൂടെ നല്ലൊരു ആഘോഷമായിരുന്നു. ഈ കണ്ടതേ കുതിരാൻ തുരങ്കമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്രം ഐറ്റംസാണ് കേട്ടോ. ഇനി കുഞ്ഞു കുട്ടികളുടെ വേറെയുണ്ട്. അതായത് നമ്മുടെ KG സെക്ഷൻ. അത് അവരുടെ ക്ലാസ്സുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് മറ്റൊരു ഭാഗത്ത് കാണാം. ഇതെല്ലാം കുട്ടികൾ നമുക്ക് ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇവർക്കിത് വെക്കേഷൻ ടൈമിലാണ് പറഞ്ഞിരുന്നത്. ഇവർക്ക് ഓരോന്നൊക്കെ ചെയ്യാൻ അവർ പറഞ്ഞതനുസരിച്ച് എല്ലാ കുട്ടികളും അവരുടെ മാക്സിമം കഴിവിനനുസരിച്ച് ഓരോന്നൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ, ഇത് സ്കൂളിൽ എത്തിക്കാനാണെങ്കിലും പേരൻസും കുട്ടികളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടി. എന്തായാലും അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിക്കും അവരുടെ ഒരു ഹാർഡ് വർക്കിനും ഒരു സല്യൂട്ട് കൊടുത്തേ മതിയാവും. ഇനി നമുക്ക് നമ്മുടെ ഫുഡ് ഫെസ്റ്റിൽ ഇത് സ്റ്റീംഡ് ആൻഡ് ബോൾഡ് ഐറ്റംസാണ് കേട്ടോ. ഇവിടെ ഏറ്റവും ഞാൻ കൂടുതൽ സമയം ചിലവഴിച്ചിട്ടുള്ള ഇവിടെയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഐറ്റം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ പുഴുക്കുകൾ, ചേമ്പ്, കാച്ചിൽ, കപ്പ, പിന്നെ അതിനോടൊപ്പം തന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു. ഇതൊക്കെ പാസ്ത, പിസ്സ, നൂഡിൽസ് ഇതൊക്കെ ഉണ്ടായിരുന്നേ. ഏത്തയ്ക്ക പുഴുങ്ങി കണ്ടോ, ഇതൊക്കെ നൂഡിൽസൊക്കെയാണ്. നമുക്ക് ആവശ്യമെങ്കിൽ ഇവിടെ വെച്ച് കഴിക്കാം, ഇല്ലെങ്കിൽ അവരുടെ പാഴ്സലാക്കിയും തരുമായിരുന്നേ. അപ്പം ഞാൻ കുറച്ചധികം ഐറ്റംസ് വീട്ടിലേക്കും പാഴ്സലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നൂഡിൽസ്, ഡിഫറെൻറ്റ് ടൈപ്പ് നൂഡിൽസൊക്കെയാണ് കേട്ടോ. ഇതൊരു കാസറോളിലോ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ്. ഇത് പുഴുക്കുകളാണ് കേട്ടോ. മധുരക്കിഴങ്ങുണ്ട്, കാച്ചിലുണ്ട്, കപ്പയുണ്ട്. കണ്ടോ, കപ്പ മഞ്ഞയുണ്ട്, വെള്ളയ്ക്ക് പുഴുങ്ങിയതുണ്ട്. ഇതൊക്കെ ചേമ്പ് കണ്ടോ. ഇത് നമ്മുടെ മോമോസൊക്കെയാണ് കേട്ടോ. സ്റ്റീമഡ് മോമോസൊക്കെ ഉണ്ടായിരുന്നു. ഫ്രൈഡ് മോമോസൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലായിരുന്നു. ഇത് സ്റ്റീമഡ് മോമോസ്. പുഴുക്ക് ഐറ്റംസ് മാത്രമല്ല കേട്ടോ. വട്ടയപ്പം, ഇഡലി, പുട്ട് പല ഫ്ലേവറിൽ പല കളറിലുള്ള ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇഡലി, സാമ്പാർ, കുഴക്കട്ട, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. ഇത് നമ്മുടെ ശാലിനി ടീച്ചറും അബ്ജയും കൂടെ ഫുഡ് കഴിക്കുക. നമുക്ക് ഫുഡ് വാങ്ങണമെങ്കിൽ നമ്മൾ ഓരോ ഹൗസിലും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂപ്പണുണ്ട്. അതായത് ഈ പ്രൈസ് കൊടുത്തിട്ട് നമുക്ക് ഏത് ഐറ്റമാണ് വേണ്ട അതിൻ്റെ പ്രൈസ് കൊടുത്തിട്ട് നമ്മൾ കൂപ്പൺ എടുക്കണം. അങ്ങനെ നമുക്ക് വേണ്ട ഐറ്റം പറയുമ്പോഴത്തേക്ക് നമുക്ക് കൂപ്പൺ തരും. അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് നമ്മൾ ക്യാഷ് അടച്ചിട്ട് നമുക്ക് ആ കൂപ്പണുമായിട്ട് വേണ്ട ഐറ്റത്തിൻ്റെ അടുത്ത് ചെന്നാൽ മതി. അങ്ങനെ നമുക്ക് ഐറ്റം കിട്ടും. അങ്ങനെ കുറച്ചധികം ആൾക്കാർ
ഇത് കണ്ടോ, ഓരോരോ ഐറ്റം വാങ്ങുന്നുണ്ടായിരുന്നു. ഉണ്ണിയപ്പമൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ വെറും ചീപ്പ് റേറ്റില്ല, 8 രൂപ അങ്ങനെയൊക്കെ ചീപ്പ് റേറ്റിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അത് ഇതൊക്കെ കട്ട്ലേറ്റാണ്, ഇതൊക്കെ കുറച്ച് വലിയ കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ. അത് നമ്മൾ ഇത്രയും പ്രൈസ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കട്ട്ലേറ്റും ആയിരുന്നു കണ്ടോ, 20 രൂപയ്ക്കൊക്കെ. ഇത് നോർമൽ കട്ട്ലേറ്റാണ്, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇത്രയല്ലോ. ഇതാ പാനിപ്പൂരി, ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ. അങ്ങനെ പാനിപ്പൂരി അതൊക്കെ നമുക്ക് പെട്ടെന്ന് സെയിലായ ഐറ്റം ആയിരുന്നു കേട്ടോ. പാനിപ്പൂരിയൊക്കെ പെട്ടെന്നായിരുന്നു സെയിലായിപ്പോയത്. ഞാൻ കുറച്ചധികം ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടുതലും വീട്ടിൽ കൊണ്ടുപോകാനായിട്ടായിരുന്നു വാങ്ങിയത്. പിന്നെ ഇതാ ഞങ്ങളുടെ അടുത്ത ടീം, നമ്മുടെ ഗ്രീൻ ഹൗസ്. അപ്പോൾ ഗ്രീൻ ഹൗസിൽ ഇതുപോലെ കുട്ടികൾ ഇരുന്നിട്ടാണെങ്കിൽ ക്യാഷൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. ക്യാഷ് കൗണ്ടറിൽ ഇരിപ്പുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കണ്ടോ, ഇവരുടെ ഐറ്റംസ് എല്ലാം ഡിഫറെൻ്റ് ടൈപ്പിലുള്ള സ്വീറ്റ് ഐറ്റംസ് ആയിരുന്നു. ഇതെല്ലാം പായസം കേട്ടോ. വ്യത്യസ്തങ്ങളായ ഒത്തിരി പായസങ്ങളുണ്ട്. അതായത് ക്യാരറ്റ് പായസം ഉണ്ടായിരുന്നു, പൈനാപ്പിൾ പായസം കണ്ടോ, ഇതൊക്കെ പൈനാപ്പിൾ പായസമാണ്. പാലട, സേമിയ, അത് ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ജ്യൂസിൻ്റെയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ പോയത് KG സെക്ഷനിലോട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ എക്സ്പോയുടെ കാര്യം. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു KGക്കാർക്ക് വേറെ സെക്ഷനാണ്. ഇത് KGക്കാരുടെ സെക്ഷനാണ് കേട്ടോ. അവരുടെ ക്ലാസ്സുകൾ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ അവരുടെ ക്രിയേറ്റിവിറ്റിയാണ്. എനിക്ക് തോന്നിയ കാര്യം ഇതുണ്ടാക്കുന്നതിനെക്കാട്ടി പാടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലെത്തിക്കുക. ചിലപ്പം വണ്ടി വിളിച്ച് വന്നിട്ടുള്ളവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വകാര്യ വണ്ടിയിലൊക്കെ ആണെങ്കിലും വലിയ പാടുപെട്ടല്ലേ ഇത് സ്കൂളിലെത്തിക്കേണ്ടത്. ഇത് ഈ ഒരു സംഭവം കഴിയുന്നവരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന, പോരാത്തന്നെ ഈ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അതൊരു വലിയ കഷ്ടപ്പാടുള്ള പണി തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ ജ്യൂസ് സെക്ഷനിലോട്ട് എത്തി കേട്ടോ. ഇവിടെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ അതും കഴിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഈ സ്കൂളിൽ വന്നിട്ട് ഒരു 3-4 മാസമായി. ഈ സ്കൂളുമായിട്ട് ഞാൻ സെറ്റായി വന്നതേ ഉള്ളൂ. അങ്ങനെ ഓർക്കാൻ ഒരുപാട് മെമ്മറീസ് ബാക്കിയാക്കിയിട്ട് ഞാൻ ഈ സ്കൂളിൽ നിന്നും വിട പറയുക കേട്ടോ. ഞാൻ ഇനി എൻ്റെ പഴയ സ്കൂളിലോട്ട് തിരികെ പോവാം.